സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഫരിസേയരെയാണ് ഇന്നും കുറ്റപ്പെടുത്തുന്നത്. എന്താണ് ഫരിസേയ മനോഭാവത്തിൻ്റെ മറ്റൊരു സ്റ്റേജ്? ദൈവനീതി നടപ്പാക്കാത്തവൻ, മാനുഷിക നീതി നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നവൻ. എന്താണ് നീ ആഗ്രഹിക്കുന്ന മാനുഷിക നീതി? ശരിക്കും മാനുഷിക നീതി എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഒരു സ്വസ്ഥത ലഭിക്കുക എന്നുള്ളതാണ് മനുഷ്യരുടെ നീതി എന്ന് പറയുന്നത്. ഞാനൊരു മനുഷ്യനല്ലേ, ഞാനതിന് കർത്താവായ യേശുക്രിസ്തു അല്ലല്ലോ കുരിശിൽ തൂങ്ങിക്കിടക്കാൻ. മനുഷ്യനല്ലേ എന്ന് പറഞ്ഞ് മാനുഷ്യനീതി അപരനുള്ളതല്ല, എനിക്കുള്ളതാണ് ഞാൻ സമ്പാദിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ദൈവനീതി എന്ന് പറഞ്ഞാൽ അപരന് ആശ്വാസം കൊടുക്കുന്ന തരത്തിലുള്ള നിന്റെ ജീവിത രീതിയാണ്. നീ മുഖാന്തരം ആർക്കെങ്കിലും അസ്വസ്ഥതയുണ്ടാകുന്നുണ്ടോ? അതിന് നിന്നെ കൊണ്ടാകാവുന്ന നന്മ നീ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? അവിടെയാണ് നീ ദൈവനീതിയുടെ മകനായി മകളായി മാറുക. അങ്ങനെ നീ ദൈവനീതി നടപ്പാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിന്നിൽ തന്നെ ഒരു ശുദ്ധീകരണം നടക്കും. ആ ശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവനീതി നടത്തിക്കൊണ്ടുള്ള ശുദ്ധീകരണം, ആകാവുന്ന വിധത്തിൽ ദൈവനീതി നടത്തിക്കൊണ്ടുള്ള ശുദ്ധീകരണം. അല്ലാതെ മാനുഷ്യനീതി എന്ന് പറയുമ്പോൾ ഒരു സ്വാർത്ഥതയാണ് നമ്മിൽ പലരുടെയും മാനുഷ്യനീതിയുടെ ലക്ഷ്യം. അങ്ങനെയുള്ള ഒരു മകനോ മകളോ ആകാതെ മറ്റുള്ളവന് എന്നെക്കൊണ്ടാകാവുന്നത് ചെയ്തു കൊടുത്തുകൊണ്ടുള്ള ഒരു മിനിസ്ട്രി ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.